الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സഹോദരൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദറൂൻ മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ് അഥവാ പാപ്പരായവൻ? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹം ലഹു വലാ മതാ, ഞങ്ങളിൽ ആർക്കാണോ ഒരു ദിർഹമോ അല്ലെങ്കിൽ ഒരു സമ്പാദ്യമോ ഇല്ലാത്തത് അവനാണ് പാപ്പരായവൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നൽ മുഫ്ലിസ്, എന്നാൽ തീർച്ചയായിട്ടും പാപ്പരായവർ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നുമുള്ള ആളുകൾ, മൻ യഅതി യൗമൽ ഖിയാമ, അന്ന് അവർ അന്ത്യനാളിൽ അവർ വരും, ബിസ്സലാ വസിയാം വസക്കാ, നമസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം ആയിട്ട് വരും. വയഅതി, എന്നാലും വേറെ കുറെ ആളുകളും വരും, ഖദ് ശതമ ഹാദാ, അല്ലാഹുവേ ഇയാൾ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, വഖദഫ ഹാദാ, അല്ലാഹുവേ ഇയാൾ എന്നെ അഭിമാനം ശരിപ്പെടുത്തിയിട്ടുണ്ട്, വഅകല മാല ഹാദാ, അല്ലാഹുവേ ഇയാൾ എന്റെ സമ്പത്ത് അനർഹമായി ഭക്ഷിച്ചിട്ടുണ്ട്, വസഫക ദമ ഹാദാ, അല്ലാഹുവേ ഇയാൾ എന്റെ രക്തം ചിന്തിയിട്ടുണ്ട്, വളറബ ഹാദാ, അല്ലാഹുവേ ഇയാൾ എന്നെ അടിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം പല പരാതികളുമായി ആളുകൾ വരും. ഫയുഅതാ ഹാദാ മിൻ ഹസനാതി, അങ്ങനെ ഇയാളുടെ നന്മകൾ എടുത്ത് ആ പരാതിക്കാർക്ക് കൊടുക്കും. ഹാദാ മിൻ ഹസനാതി ഫഇൻ ഫനിയത് ഹസനാതുഹു, അങ്ങനെ കൊടുത്തു കൊടുത്തൊരു പക്ഷേ നന്മകൾ തീർന്നു പോകും. ഇത് ഏത് കണക്കിലാണ് കൊടുക്കുക എന്നൊന്നും നമുക്കറിയില്ല. ഒരാൾ പരാതിയുമായി വരുമ്പോൾ ഒരമലാണോ എത്ര അമലാണോ ഏത് രീതിയിലാണ് ഏത് അളവിലാണ് ഒന്നും നമുക്കറിയില്ല. അങ്ങനെ കൊടുത്തു കൊടുത്തൊരു പക്ഷേ ആ അമലുകൾ ഇയാളുടെ സൽക്കർമ്മങ്ങൾ തീർന്നു പോകും. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെയും ആളുകൾ ബാക്കിയാണ്. അങ്ങനെ ബാക്കിയുള്ള ആളുകളുടെ പാപങ്ങൾ എടുത്ത് ഇയാളിലേക്ക് ചാർത്തുകയും അങ്ങനെ അയാൾ പിന്നെ നരകത്തിലേക്ക് വലിച്ചു തീർക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനാൽ അത് വല്ലാത്ത ഒരവസ്ഥ തന്നെയാണ്, സംശയമില്ല. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ അമലുകൾ സമ്പാദിക്കുന്നത്. ആ അമലുകൾ മറ്റൊരാൾക്ക് കൊടുത്ത് നരകത്തിന്റെ ആളാകുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ ദൗർഭാഗ്യകരമായ മറ്റൊരവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്നുള്ള മുഴുവൻ ആ പാപികളാണ് ഈ ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ സംസാരിക്കുന്ന വിഷയം അതാണ്. നമ്മളിൽ നിന്നുമുള്ള അക്രമം അതൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല, ഒരു രീതിയിലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകാം. ആ മറ്റൊരാളുമായിട്ടുള്ള ഒരു ഇടപാട് അത് അള്ളാഹുവുമായുള്ളതെന്ന പോലെയല്ല. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ അതിൽ വരുന്ന വീഴ്ച ഒരുപക്ഷെ അള്ളാഹു കൊടുത്തു തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള പാപങ്ങൾ അത് അള്ളാഹു കൊടുക്കില്ല. ഏതുവരെ? ഇയാൾ കൊടുക്കുന്നത് വരെ, ഇയാൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് വരെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അയാൾക്ക് അയാളുടെ ഹക്ക് തിരിച്ചു കൊടുക്കുന്നത് വരെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിന്മകളെ നമ്മൾ സൂക്ഷിക്കുക, നാവിന്റെ തിന്മയെ സൂക്ഷിക്കുക, അതുപോലെ ആളുകളുമായിട്ടുള്ള ഇടപാടുകളിൽ സൂക്ഷ്മത കാണിക്കുക. സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.